بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد സൂറത്തുൽ നംൽ 45, 46 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ നിയമങ്ങൾ സൂചിപ്പിക്കാം. വലഖദ് അർസൽനാ വലഖദ് ഇവിടെ ഖാഫിന് മാത്രമാണ് തഫ്ഖീം ചെയ്യേണ്ടതായിട്ടുള്ളത്, സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ടത്. ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ് ഖാഫ്. ബാക്കി അക്ഷരങ്ങളൊക്കെ ഇസ്തിഫാലിൻ്റേതാണ്. തർക്കീഖ് ചെയ്ത് വിപരീതമായ ഖാഫിൻ്റെ വിപരീതമായ സിഫത്ത് നൽകി നേർപ്പിക്കുകയാണ്. വലഖദ് ദാലിൻ്റെ സുക്കൂനിന് ഖൽഖല സൂറ നൽകി ശബ്ദം ചലിപ്പിക്കണം. ദാലിന് ഹറക്കത്ത് പോലെ അതിൻ്റെ സുക്കൂൻ വ്യക്തമാക്കണം. വലഖദ് അർസൽനാ റാഇന് തഫ്ഖീം കൊടുക്കുക, സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. അർസൽന ഇതിലെ ലാമ് വ്യക്തമാക്കണം, ഇൽഹാർ ചെയ്യേണ്ട ലാമാണ്. ഫിയലിൽ വന്ന ലാമുൽ ഫിയൽ എന്നാണ് തജ്വീദ് സാങ്കേതിക നിയമപ്രകാരം പറയുക. വെളിവാക്കുക, ഇൽഹാർ ചെയ്യുക. അർസൽന എന്നായി പോയത് അർസൽന ഇലാ സമൂദ. അർസൽന എന്നതിലെ അലിഫിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ് അലിഫിനെ. ഇലാ സമൂദ സാഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗം, അതാണ് സാഇൻ്റെ മഖ്റജ്, മേലെ മുൻപല്ല്. നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗവും മേലെ മുൻപല്ലും. ഇലാ സമൂദ അഖാഹും സാലിഹാ. അഖാഹും ഖാഇനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാൻ്റെ ഹർഫാണ് ഖാ. സാലിഹ എന്ന് പറയുമ്പോഴും അതേ ഹുക്മ തന്നെ സ്വാദിനും അലിഫിനും തഫ്ഖീം കൊടുക്കണം. സ്വരഭാരത്തോടെ തടിപ്പിച്ച് പറയാം. അഖാഹും എന്നതിൽ സാക്കിനത്ത മീമുണ്ട്. ആ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുകയാണ് വേണ്ടത്. അഖാഹും സാലിഹൻ അനിഅ്ബുദുല്ലാഹ്. സ്വാലിഹൻ അനിഅ്ബുദു. സ്വാലിഹൻ എന്ന അതിലെ തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. സ്വാലിഹൻ അനിഅ്ബുദു. അൻ ഉഅ്ബുദു. അൻ ഉഅ്ബുദു ഇത് ചേർത്താണ് അനിഅ്ബുദു എന്ന് വായിക്കുന്നത്. അൻ എന്ന് പറയുമ്പോൾ നൂനിന് സുക്കൂനാണ്, സാക്കിനത്ത നൂൻ. ഉഅ്ബുദു എന്നതിലെ ഹംസത്തുൽ വസൽ സ്വാഭാവികമായും ചേർത്ത് വായിക്കപ്പെടുമ്പോൾ കളയപ്പെടും. അൻ ഉഅ്ബുദു, ഉ എന്ന ഹംസ പോണം. പിന്നെ അവശേഷിക്കുന്നത് ഐനിൻ്റെ സുക്കൂനാണ്. അൻ എന്ന നൂനിൻ്റെ സുക്കൂനും ശേഷം ഐനിൻ്റെ സുക്കൂനും. ഇവ രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ ആ 2 സുക്കൂനുകൾ ഒരുമിച്ച് വന്നു എന്ന പ്രശ്നം പരിഹരിക്കുവാനായി നൂനിന് ആദ്യത്തെ സാക്കിനിന്, ആദ്യത്തെ സുക്കൂൻ നൽകപ്പെട്ട അക്ഷരമായ നൂനിന് കസ്റ് കൊടുക്കുകയാണ്. അനിഅ്ബുദു തഹ്രീക്ക് എന്ന പരിഹാരമാണ് ഇവിടെ സ്വീകരിക്കുന്നത്. ഹറക്കത്ത് കൊടുക്കുക. ആ ഹറക്കത്ത് ചിലപ്പോൾ കസ്റായിരിക്കും, മറ്റു ചിലപ്പോൾ ദമ്മു ഒക്കെ വരുന്നതാണ്. വിശദമായി അതിൻ്റെ സന്ദർഭത്തിൽ നമുക്ക് തജ്വീദ് വിശദീകരണത്തിൽ മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. അനിഅ്ബുദുല്ലാഹ ഫഇദാഹും. അനിഅ്ബുദു എന്നതിലെ വാവും ഇൽതിഖാഉ സാക്കിനൈൻ പരിഹരിക്കാൻ വേണ്ടി കളയപ്പെടുകയാണ്. അപ്പോൾ അനിഅ്ബുദു അല്ലാഹ എന്നാണല്ലോ. അനിഅ്ബുദുല്ലാഹ, അള്ളാഹ് എന്ന ഇസ്മുൽ ജലാലയിലെ ലാമിനെ തഫ്ഖീം ചെയ്യണം, തടിപ്പിക്കണം. ആ ലാമിന് മുമ്പിൽ ഉച്ചരിക്കുന്നത് ളമ്മാണ് എന്നതുകൊണ്ട് അനിഅ്ബുദുല്ലാഹ് എന്ന ശബ്ദം ലാമിൻ്റെ മഖ്റജാണ്. മഖ്റജിൽ മാറ്റമുണ്ടാകാതെ അല്ല എന്നതിന് തടിപ്പിച്ചുള്ള ശബ്ദം കൊടുക്കുക. അല്ലാഹ്. അനിഅ്ബുദുല്ലാഹ ഫഇദാഹും ഫരീഖാൻ. ഫഇദാഹും ഫരീഖാൻ
ഹും സാക്കിനത്തെ മീം ശേഷം ഫാ ഇൽഹാർ ഷഫവി. ഇവിടെ സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. കാരണം ഫാ ഷഫവിയ അക്ഷരമാണ്, ചുണ്ടിൽ നിന്നും ഉച്ചരിക്കപ്പെടുന്ന അക്ഷരമായതുകൊണ്ട് മീമ അവ്യക്തമാവാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഫഇദാ ഹും ഫരീഖാനി ഖാ എന്നുള്ള ഖാഫിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് പറയണം. ഇസ്തിഅലാൻ്റെ അക്ഷരമാണ് ഖാഫ്. തഫ്ഖീം ചെയ്ത് സ്വരഭാരത്തോടെ പറയുക. ഫരീഖാനി യഖ്തസിമൂൻ. യഖ് എന്ന് പറയുമ്പോൾ ഖാഇന് തഫ്ഖീമാണ്, ഇസ്തിഅലാൻ്റെ ഹർഫാണ്. സ്വാദിന് തഫ്ഖീമുണ്ട്, കുറഞ്ഞ തഫ്ഖീം മാത്രം, കിസ്റായതുകൊണ്ട്. യഖ്തസിമൂൻ. ഖാല യാ ഖൗമി. വീണ്ടും ഖാല ഖാഫിനും അലിഫിനും തഫ്ഖീം. യാ ഖൗമി എന്ന് പറയുമ്പോൾ ഖാഫിന് മാത്രം തഫ്ഖീം, തടിപ്പിച്ച് ഇവ ഉച്ചരിക്കുക സ്വരഭാരത്തോടെ. ഖാല യാ ഖൗമി ലിമ തസ്തഅജിലൂന ബിസ്സയ്യിഅതി ഖബ്ലൽ ഹസന. ലിമ തസ്തഅജിലൂന ബിസ്സയ്യിഅ. പ്രത്യേകിച്ച് ഹുക്മുകളൊന്നുമില്ല, എന്നാൽ തന്നെയും അക്ഷരങ്ങളുടെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാം മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ലിമ തസ്തഅജിലൂന, തൊണ്ടയുടെ മധ്യമാണ് ഐൻ. ബിസ്സയ്യിഅതി ഖബ്ലൽ ഹസന, ഖാഫ് തഫ്ഖീം ചെയ്യണം, ഇസ്തിഅലാൻ്റെ ഹർഫാണ്. ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. ഖബ്ലൽ ഹസന, ഹ തൊണ്ടയുടെ മധ്യമാണ്, ഐനിൻ്റെ അതേ മഖ്റജ് തന്നെ. അൽ ഹസനതി എന്ന തായിൽ വഖഫ് ചെയ്യുമ്പോൾ ഹ ആക്കി മാറ്റി അൽ ഹസന എന്ന് വഖഫ് ചെയ്യുന്നു. ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ്. ലൗലാ ഇതുവരെ എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്, ഇസ്തിഫാലിൻ്റെ ഹർഫ്. എന്ന് പറയുമ്പോൾ ഐനിന് തഫ്ഖീം കൊടുക്കണം, ഇസ്തിഅലാൻ്റെ ഹർഫാണ്. പോരാതെ അതിന് റഖാവ എന്ന സിഫത്തുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. തസ്തഗ്ഫിറൂനല്ലാഹ, റാഇന് തഫ്ഖീം വരുന്നത് തസ്തഗ്ഫിറൂ, റൂ എന്ന റാഇന് തടിപ്പിക്കണം. ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ, അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലയിൽ വീണ്ടും ലാമിനെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. നേരത്തെ ഉഅ്ബുദുല്ലാഹ പറഞ്ഞപ്പോൾ ഉള്ള അതേ ഹുക്മ തന്നെ, തടിപ്പിച്ച് ലാമിനെ ഉച്ചരിക്കണം. ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ ലഅല്ലകും തുർഹമൂൻ. ലഅല്ലകും തുർഹമൂൻ. സാക്കിനത്തെ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. തുർഹമൂൻ എന്ന് പറയുമ്പോൾ റാഇന് തഫ്ഖീമുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, തടിപ്പിച്ച് റാഇനെ ഉച്ചരിക്കുക. തുർഹമൂൻ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. ولقد أرسلنا إلى ثمود أخاهم صالحا أن اعبدوا الله فإذا هم فريقان يختصمون. قال يا قوم لم تستعجلون بالسيئة قبل الحسنة لولا تستغفرون الله لعلكم ترحمون.